ഡോഗ്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി സിനിമ ഇറങ്ങിയിട്ടുണ്ടേ, ലക്കി ദ സൂപ്പർ സ്റ്റാർ. ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയിട്ട് കൂട്ടിനായിട്ട് മാമനൊരു ഡോഗിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അതിനവർ ലക്കി എന്ന് പേരിട്ടു. എന്നാൽ ലക്കിയെ മാമനോട്ടുള്ള ദേഷ്യത്തില് കുറച്ച് ഗുണ്ടകൾ കടത്തിക്കൊണ്ടുപോകും. ലക്കി ആരുടെ കയ്യിലുണ്ടോ അവർക്ക് നല്ലത് സംഭവിക്കുന്നതിനാൽ ലക്കി പലരുടെയും കൈവശമെത്തുന്നു. എന്നാൽ ലക്കി ഇല്ലാതെ തകർന്നു പോയ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ലക്കിയെ തിരികെ നേടാൻ ശ്രമിക്കുകയാണ് മാമനും കൂട്ടരും. ഒപ്പം ലക്കിയുടെ അമ്മയും ഗ്യാങ്ങും ഉണ്ടെങ്കിലോ. ഇതിലെ ഡോഗ്സ് ഒക്കെ സംസാരിക്കുന്നതായിട്ടൊക്കെ കാണിക്കും. വളരെ രസകരമായ ഒരു സിനിമയായത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ നല്ല മഴ പെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ മഴയത്ത് പ്രസവവേദന കൊണ്ട് പിടയുന്ന സരള എന്ന ഡോഗിനെയും കാണിക്കുന്നു. ഒരുപാട് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഡാമിലെ വെള്ളമൊക്കെ തുറന്നുവിട്ടിരിക്കുക. അതുകൊണ്ട് എല്ലാ പുഴയിലും വെള്ളവും നിറഞ്ഞിട്ടുണ്ട്. പുഴക്കരയിൽ കിടക്കുകയാണ് സരള. അതേസമയം തന്നെയായിരുന്നു സരള 4 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതും. ഈ സിനിമയിൽ ഡോഗൊക്കെ സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സരള തന്റെ കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ തന്നിട്ട് എന്നെ വിട്ടിട്ട് പോയതാണ്. ഞാൻ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാണ് ജന്മം നൽകിയതെന്നൊക്കെ കുഞ്ഞുങ്ങളോട് പറയുന്നു. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു പുഴയിലേക്ക് വെള്ളം പെരുകുന്നതും സരള ആ ഒരു വെള്ളത്തിൽ പെട്ടുപോകുന്നതും. മാത്രമല്ല സരളയുടെ കുഞ്ഞുങ്ങളെല്ലാം ഒലിച്ചുപോയി. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് സരള ഒരുപാട് ട്രൈ ചെയ്യുന്നു. പക്ഷേ നടക്കുന്നതേയില്ല. ഒരു ഘട്ടത്തിൽ സരളയും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോവുക, ശ്വാസം കിട്ടാതെ പിടയുകയും ചെയ്യുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടായി അമ്മു എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നത്. അമ്മുവിന് ഓട്ടിസം ഉണ്ട്. അവളുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. എന്നാൽ ഡോക്ടർ പറയുന്നത്, നിങ്ങളുടെ മകൾക്ക് ഒരു കൂട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി ഏകദേശം റെഡിയാകും. അടുത്ത കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തൂടെ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, ആദ്യത്തെ പ്രസവം തന്നെ തനിക്ക് നല്ല പാടായിരുന്നു. ആ ഒരു പ്രസവത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, യൂട്രസ് വരെ റിമൂവ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് എനിക്ക് കഴിയത്തില്ല. ഇനി അവൾക്കൊരു കൂട്ട് വേണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കട്ടെ എന്നായിരുന്നു അമ്മുവിന്റെ അമ്മ പറയുന്നതും. അതേസമയം തന്നെയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയ സരളയെ കാണിക്കുന്നത്. സരളയാണെങ്കിൽ ശ്വാസം കിട്ടാതെ പിടയുക. എന്നാൽ അതേസമയം തന്നെയായിരുന്നു സരള അവസാനമായിട്ടൊരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ആ കുഞ്ഞിനെ കണ്ടതും സരളയ്ക്കാണെങ്കിൽ ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടായി. പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെയോ ശ്വാസം പിടിച്ച് അവൾ ആ കുഞ്ഞിനെ രക്ഷിച്ച് പുറത്തേക്ക് വരുന്നു. നീ കാരണമാണ് ഞാനിന്ന് ജീവിച്ചിരിക്കാൻ കാരണം. നീയാണ് എന്റെ ലക്കി ചാമെന്ന് സരള തന്റെ കുഞ്ഞിനോട് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് അമ്മുവിനെയാണ് കാണിക്കുന്നത്. അമ്മുവിന് വീട്ടിൽ കുഞ്ഞനുജനോ അനുജത്തിയോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുക. അതുകൊണ്ട് അച്ഛനും അമ്മയും അവളെയും കൊണ്ട് നേരെ വന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികളെയൊക്കെ നോക്കുന്ന ഹോമിലേക്കാ. അവിടെയാണ് ഇപ്പോൾ അമ്മു ഉള്ളതും. എന്നാൽ അവിടേക്ക് ലക്ഷ്മൺ എന്നൊരാൾ എത്തുകയാണ്. ലക്ഷ്മണാണ് നമ്മുടെ കഥാനായകൻ. ലക്കി എന്നാണ് ലക്ഷ്മണനെ വിളിക്കുന്നതും. സത്യത്തിൽ അമ്മുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായി എത്തിയിരിക്കുന്ന ഈ ലക്കി അമ്മുവിന്റെ മാമനാണ്. അതായത് അമ്മുവിന്റെ അമ്മയുടെ സഹോദരൻ. അമ്മു ആ ഒരു ഹോമിൽ കഴിയുന്നതൊന്നും ലക്കിക്ക് അത്ര ഇഷ്ടമാകുന്നതേയില്ല. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരിയോടും അളിയനോടും ഒന്നും തന്നെ പറയാതെ അമ്മുവിന്റെ നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നീ ഇത് മുൻപേ നമ്മളോട് പറയാത്തത് എന്താ എന്നൊക്കെ അളിയൻ ചോദിക്കുമ്പോൾ അവൾ അവിടെ നിൽക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമേ അല്ല. അവൾ എന്തായാലും വീട്ടിൽ നിൽക്കട്ടെ, അവളെ നമുക്ക് നന്നായിട്ട് നോക്കാമെന്നും ലക്കി പറയുന്നു. അതേ സമയത്തായിരുന്നു അമ്മു TV ഓണാക്കുന്നത്. അതിലൊരു നായ്ക്കുട്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ട് അമ്മുവിന് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ അമ്മുവിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ലക്കിയും അവന്റെ ചേച്ചിയും അളിയനും ഒക്കെ. ആ സീൻ അവിടെ കട്ടായി സരളയും കുഞ്ഞിനെയും കാണിക്കുന്നു. ദേ ഈ നിൽക്കുന്ന രണ്ടുപേരില്ലേ, ഇതിലൊരാളാണ് രാജേന്ദ്രൻ, മറ്റേയാളാണ് രാമയ്യ. രാജേന്ദ്രന് സരളയെ ഒരുപാട് ഇഷ്ടമാ. എങ്ങനെയെങ്കിലും തന്റെ പ്രണയം സരളയെ അറിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണ് രാജേന്ദ്രൻ. പക്ഷേ അവസരമൊന്നും പുള്ളിക്കാരന് കിട്ടിയിട്ടേയില്ല. മറ്റൊരു വശത്ത് ലക്കിയെ കാണിക്കുന്നു. ലക്കിയാണെങ്കിലോ എന്തായാലും ഇവിടെ നിൽക്കുകയല്ലേ, തന്റെ അളിയന്റെ കമ്പനിയിൽ ജോലിക്ക് പോകാമെന്ന് കരുതി കമ്പനിയിലേക്ക് എത്തുകയാണ്. പക്ഷേ അളിയന്റെ നിയമം എന്തെന്നാൽ റെക്കമെൻഡേഷൻ വഴിയോ ബന്ധുക്കളെയോ അങ്ങനെ ആരെയും തന്നെ ജോലിയിലേക്ക് എടുക്കില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ജോലി ചോദിച്ചെത്തിയ ലക്കിയെയും അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതാണല്ലോ എന്ന് ചിന്തിച്ച് ലക്കി അവിടെ നിന്ന് പോവുകയാണ്. വഴിയരികിലെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു അവിടെയുള്ള കുപ്പത്തൊട്ടിക്കടുത്തേക്ക് സരള തന്റെ കുഞ്ഞുമായി എത്തുന്നത്. കുപ്പത്തൊട്ടിയിൽ നിന്നും എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നൊക്കെ സരള പരിശോധിക്കുന്ന സമയം. കുഞ്ഞാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ
റോഡ് മുറിച്ച് കടക്കുകയാ. എന്നാൽ റോഡിന്റെ സെന്ററിൽ ചെടിയൊക്കെ നട്ടുവെച്ചിരിക്കുന്നില്ലേ, അവിടെ പെട്ടുപോകുന്നു. അങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല, ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. പക്ഷേ ഇതൊന്നും ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സരള അറിയുന്നില്ല. എന്നാൽ ഇത് ലക്കി കാണുന്നു. അയ്യോ, ഈ കുഞ്ഞ് ഫ്രണ്ടിലോട്ട് അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ വണ്ടി കയറി ചത്തുപോകുമല്ലോ എന്ന് പേടിച്ച് ഉടനെ തന്നെ ലക്കി വന്ന് കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ, വീട്ടിൽ കൊണ്ടുപോയി വളർത്താമെന്നും ലക്കി തീരുമാനിക്കും. അങ്ങനെ ലക്കിയാണെങ്കിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പോവുക. പക്ഷേ പാവം സരള ഇതൊന്നും അറിയുന്നതേയില്ല. ഒടുവിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് നോക്കുന്ന സമയത്ത് തന്റെ കുഞ്ഞിനെ കണ്ടില്ല. എവിടെ പോയി എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് സരള അവിടെ മാകെ കരഞ്ഞുകൊണ്ട് നടക്കുകയാ. അതേസമയം ലക്കിയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്കും എത്തിയിരുന്നു. കുഞ്ഞു നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ലക്കിയാണെങ്കിൽ ആ കുഞ്ഞിനെ അമ്മുവിന് കൊടുക്കുന്നു. അമ്മുവിന് നായ്ക്കുട്ടിയെ കണ്ടതും ഒരുപാട് സന്തോഷമായി. അമ്മുവിന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റമുണ്ടാവുകയാണ്. അത് കണ്ട ലക്കിയാണെങ്കിൽ ഇവനെ നമുക്കിവിടെ വളർത്താമെന്നും തീരുമാനിക്കുന്നു. പക്ഷെ അളിയനാണെങ്കിൽ അതിനോട് ഒട്ടും താല്പര്യമേ ഇല്ല. അളിയൻ ഈ ഡോഗിനെയൊന്നും ഒട്ടും ഇഷ്ടമേ അല്ല. പക്ഷേ അമ്മുവിന്റെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റം വന്നതുകൊണ്ട് തന്നെ അതിനെ വളർത്താമെന്നും അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് സരളയാണെങ്കിൽ തന്റെ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നു. മാത്രമല്ല എല്ലാ ഡോഗ്സിനെയും വിളിച്ചു ചേർത്ത് തന്റെ കുഞ്ഞിനെ കാണാനില്ല, എവിടെ പോയെന്നറിയത്തില്ല, ആരെങ്കിലും കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അവിടേക്ക് തന്നെ രാജേന്ദ്രനും രാമയ്യയും എത്തുന്നുണ്ട്. രാജേന്ദ്രന് ഓൾറെഡി സരളയെ ഇഷ്ടമായതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ രാജേന്ദ്രനും നല്ല താല്പര്യം കാണിക്കും. എന്നാൽ രാജേന്ദ്രൻ പറയുന്നത് ഒരുപക്ഷെ കുഞ്ഞ് വണ്ടിക്കടിയിലെങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിലോ, അങ്ങനെ വല്ലതും സംഭവിച്ചു കാണുമോ എന്നൊക്കെ രാജേന്ദ്രനും രാമയ്യയും പറയും. പക്ഷേ അതൊക്കെ കേട്ട് സരളയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. സരള പൊട്ടിക്കരയുക. എന്നാൽ മറ്റൊരു വശത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന നായ്ക്കുട്ടിക്ക് പേരിടൽ ചടങ്ങൊക്കെ നടത്തുന്നു. ഏത് പേരിടുമെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുക. കുഞ്ഞു ഡോഗിനെ കൊണ്ടുവന്നത് നമ്മുടെ നായകനായ ലക്ഷ്മൺ ആയതുകൊണ്ട് തന്നെ അവൻ ലക്കി എന്നൊരു പേരുണ്ടല്ലോ, ലക്കി എന്ന പേര് കുഞ്ഞു ഡോഗിന് കൊടുക്കുകയാ. അങ്ങനെ ഡോഗ് അവർക്കൊപ്പം വളരുകയാ, അവരുടെ ഫാമിലിയിലെ ഒരംഗമായി മാറി. പക്ഷേ എന്നാലും കുഞ്ഞു ലക്കിയുടെ പെരുമാറ്റമൊന്നും അളിയൻ അത്ര ഇഷ്ടമാകുന്നതേയില്ല. അളിയന്റെ ഷൂവിലൊക്കെ ചെറുതായിട്ടൊന്ന് പ്രസാദമൊക്കെ തളിച്ചു. അതൊന്നും അളിയന് ഒട്ടും ഇഷ്ടമായതേയില്ല. അതുകൊണ്ട് തന്നെ അളിയന് വല്ലാത്ത ദേഷ്യമാ. ആ സീൻ അവിടെ കട്ടായി ഒരു പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലെ SIക്ക് ഇഞ്ചക്ഷൻ എടുക്കുവാനായിട്ട് ഒരു ഡോക്ടറും എത്തിയിരിക്കുന്നു. നായ് കടിക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് ഫ്ലാഷ് ബാക്ക് വഴി കാണിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ജീപ്പിൽ വരുന്ന സമയം നമ്മുടെ രാജേന്ദ്രനിലെ റോഡിന് മധ്യത്തായിട്ട് കിടക്കുന്നു. ഹോൺ അടിച്ചിട്ടും രാജേന്ദ്രന്റെ മനസ്സിൽ നീ ഹോൺ അടിച്ചാൽ ഞാൻ എഴുന്നേറ്റ് മാറണോ, പറ്റുമെങ്കിൽ എന്നെ മറികടന്ന് പോടാ എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക. പോലീസ് ഉദ്യോഗസ്ഥന് വല്ലാത്ത ദേഷ്യം വരുന്നു. പുറത്തേക്കിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു കല്ല് കയ്യിലെടുക്കുക. നിന്നെ ഇപ്പോൾ കാണിച്ചു തരാം, നീ എങ്ങനെ ഇവിടെ നിന്ന് പോകുമെന്നൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ കല്ലെടുത്ത് എറിയാനായിട്ട് പോകും. എന്നാൽ രാജേന്ദ്രനാണെങ്കിൽ ഓഹോ, നിനക്ക് അത്ര അഹങ്കാരമോ, അതും എന്നെയാണോ നീ കല്ലെറിയാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ ഓടിച്ചിട്ട് കടിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഓടിച്ചിട്ട് കടി കിട്ടിയത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നമ്മുടെ രാജേന്ദ്രനെയും കൂട്ടാളിയായിട്ടുള്ള രാമയെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. ലക്കിയും കൊണ്ട് പാർക്കിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു അമ്മു ലക്ഷ്മണും. എന്നാൽ ലക്കിയാണെങ്കിൽ കളിച്ചുകൊണ്ട് നിൽക്കെ അവിടെ രണ്ടുപേര് മദ്യപിച്ച് കിടന്നുറങ്ങുന്നത് കണ്ട് അവരുടെ ദേഹത്തേക്ക് ചെന്ന് മൂത്രമൊഴിച്ചു കൊടുക്കുന്നു. കുടിച്ചിട്ട് കിടന്നവന്മാർക്ക് നായ്ക്കുട്ടി അങ്ങനെ ചെയ്തത് വല്ലാതെ ഇറിറ്റേറ്റ് ആകുകയാണ്. അവന്മാരാണെങ്കിൽ നായ്ക്കുട്ടിയെ ഒരുപാട് ഉപദ്രവിക്കും. ഇത് കാണുന്ന ലക്ഷ്മണാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. നായ്ക്കുട്ടി ഇതേ കണക്ക് ചെയ്തു എന്നുള്ള കാര്യം അവർ പറയുകയാണ്. കുഞ്ഞു നായ്ക്കുട്ടിയല്ലേ, ഒന്ന് ക്ഷമിച്ച് കളയുവാനായിട്ട് പറയും. പക്ഷേ അവന്മാരാണെങ്കിൽ അത് കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നതേയില്ല. അവിടെ വെച്ച് ലക്ഷ്മണും അവരുമായിട്ട് വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ലക്ഷ്മണാണെങ്കിൽ അവർക്കിട്ട് നല്ലത് കൊടുക്കുകയാണ്. അടികൊണ്ട് അവശരായ ആ രണ്ടുപേരും നോക്കിക്കോടാ, നിനക്കുള്ള പണി ഞങ്ങൾ തരും, ഞങ്ങളുടെ തലവനെ പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. നേരെ തലവന്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. ആ നാട്ടിലെ കൗൺസിലറാണ് അവരുടെ തലവൻ. കൗൺസിലറിന്റെ അമ്മായിയമ്മയാണെങ്കിൽ വല്ലാത്ത പ്രശ്നമാണ്. നീ കല്യാണം കഴിക്കുന്ന സമയത്ത് നീ മന്ത്രിയാകും MLA ആകും എന്നൊക്കെ പറഞ്ഞല്ലേ കല്യാണം കഴിച്ചത്, എന്നിട്ട് എത്ര വർഷമെടുത്തു നീ ഒരു കൗൺസിലറെങ്കിലും ആകാനെന്ന് പറഞ്ഞ് അപമാനിക്കുക. നോക്കിക്കോതളെ, നിങ്ങൾക്കൊരവസരം കിട്ടുമ്പോൾ ഞാനൊരു പണി തരുമെന്നൊക്കെ കൗൺസിലർ മനസ്സിൽ വിചാരിക്കുന്നു. അതിനുശേഷം ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്താണ് അടികൊണ്ട് അവശരായി നിൽക്കുന്ന തന്റെ കൂട്ടാളികളെയും കാണുന്നത്. എന്ത് പറ്റിയെന്ന് കൗൺസിലർ വിവരം തിരക്കുന്നു. അവരാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുക. കൗൺസിലറിന്റെ ആളാണെന്നറിഞ്ഞിട്ടും അവൻ നിങ്ങളെ തല്ലിയല്ലേ, ആ നായെ പോയി കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടും കൗൺസിലർ പറയുന്നു. അങ്ങനെ രണ്ട് കൂട്ടാളികളും നായെ കടത്തിക്കൊണ്ടു വരുവാനായിട്ട് പോവുക. മറ്റൊരു വശത്ത് ലക്ഷ്മണനെ കാണിക്കുന്നു. പതിവ് പോലെ ലക്ഷ്മൺ സിഗരറ്റ് വലിക്കുവാനായിട്ട് ഒരു കടയിലേക്ക് എത്തിയിരിക്കുക. എന്നാൽ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു സരളയെ കണ്ട ലക്ഷ്മണാണെങ്കിൽ
പാവം നായ്ക്കുട്ടി വിശന്നുറങ്ങുകയായിരിക്കുമെന്ന് ചിന്തിച്ച് അതിന് ഫുഡ് വാങ്ങി അടുത്ത് വെച്ച് കൊടുത്തിട്ട് പോകുന്നു. എന്നാൽ പെട്ടെന്ന് സരള ഞെട്ടിയുണരും. അവനടുത്ത് എന്റെ കുഞ്ഞിന്റെ സ്മെല്ലുണ്ടല്ലോ. അപ്പോൾ അവന്റെ കൈവശം തന്നെ എന്റെ കുഞ്ഞ് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് സരള അവന് പിന്നാലെ പോകുന്നു. ചെന്നെത്തുന്നത് ഒരു അപ്പാർട്ട്മെന്റിലേക്കും. ആ അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് നായ്ക്കൾക്ക് കയറാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സരള അതിന് ഫ്രണ്ടിലായിട്ട് കിടക്കുകയാണ്. എപ്പോഴെങ്കിലും തന്റെ കുഞ്ഞ് പുറത്തു വരുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാമെന്ന മട്ടിലാണ് സരള കിടക്കുന്നതും. അങ്ങനെ ഒരു രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ലക്ഷ്മണും അമ്മുവും ഒക്കെ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ഇത്തവണ രാവിലെ ലക്കിയും കൊണ്ട് പോകേണ്ടത് അളിയനായിരുന്നു. അപ്പാർട്ട്മെന്റിന്റെ മുന്നിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അളിയൻ. അളിയന്റെ കയ്യിൽ ലക്കി ഇരിക്കുന്നത് സരള കാണുന്നു. ഇത് എന്റെ കുഞ്ഞല്ലേ? അപ്പോൾ എന്റെ കുഞ്ഞ് ഇവരുടെ കൈവശമാണോ ഉള്ളത്? എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്ന് ചിന്തിച്ച് അളിയന് പിന്നാലെ പോവുകയാണ് സരള. അളിയൻ എത്തിയിരിക്കുന്നത് പാർക്കിലേക്കും. എന്നാൽ അവിടെ നായ്ക്കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുവാനായിട്ട് കൗൺസിലറിന്റെ 2 കൂട്ടാളികളും നിൽക്കുന്നുണ്ട്. അതേ സമയം തന്നെയായിരുന്നു ലക്കിയും കൊണ്ട് അളിയൻ അവിടേക്ക് എത്തുന്നതും. ഇന്നലെ വേറൊരാൾ കൊണ്ടുവന്നു, ഇന്നതേ അടുത്ത ആള്. എന്തായാലും ആ ഡോഗ് ഒന്ന് തന്നെയാ. ആര് കൊണ്ടുവരുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ എന്തിനു നോക്കണം? കൗൺസിലർ പറഞ്ഞത് ആ നായെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ? അപ്പോൾ അതിനെ കൊണ്ടുചെന്നാൽ മതിയെന്ന് രണ്ടുപേരും ചർച്ച ചെയ്ത് കയ്യിലിരുന്ന ക്ലോറോഫോം വെച്ച് അളിയനെ ബോധം കെടുത്തി ലക്കിയെ കൊണ്ടുപോകുന്നു. എന്നാൽ ഇത് സരള കാണുകയാ. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ധൈര്യമായോ നിനക്കൊക്കെ എന്ന് ചിന്തിച്ച് സരള അവരുടെ പിന്നാലെ പോകുന്നു. അവരെ ആക്രമിക്കുവാനായും ശ്രമിക്കുകയാ. എന്നാൽ അവർ കയ്യിലിരുന്ന ആയുധം ഉപയോഗിച്ച് സരളയെ അടിച്ചു വീഴ്ത്തുന്നു. അതോടെ സരളയുടെ ബോധവും പോവുകയാ. നായ്ക്കുട്ടിയുമായിട്ട് അവർ നേരെ എത്തിയിരിക്കുന്നത് കൗൺസിലറിന്റെ വീട്ടിലേക്കും. നായ്ക്കുട്ടിയെ കണ്ട കൗൺസിലർ ആണെങ്കിൽ തലയ്ക്ക് കയ്യും വെച്ചിരിക്കുക. ഈ മണ്ടന്മാരെ ഞാൻ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഇവന്മാരോട് ഞാൻ എന്ത് പറഞ്ഞു? ഇവന്മാരെന്ത് പ്രവർത്തിച്ചിരിക്കുന്നുവെന്ന്. സത്യത്തിൽ കൗൺസിലർ ഉദ്ദേശിച്ചത് ആ നായെ കൊണ്ടുവരാനായിട്ടെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അവരെ അടിച്ച നമ്മുടെ ലക്ഷ്മണനെ കൊണ്ടുവരാനാണ്. ലക്ഷ്മണനെയാണ് നായ എന്ന് കൗൺസിലർ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ 2 മണ്ടന്മാർ വിചാരിച്ചത് ലക്കി എന്ന നായ്ക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാനാ. അതാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനെയാണോ നിങ്ങളോട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്? നിങ്ങളെ തല്ലിയവനെയല്ലേ? എന്തായാലും ഇതിനെ ഏതെങ്കിലും വഴിയിൽ കൊണ്ടുവന്ന് കളയുവാനായിട്ടും കൗൺസിലർ പറയുന്നു. അതേ സമയത്തായിരുന്നു കൗൺസിലറിന്റെ അമ്മായിയമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും. കൗൺസിലർ ആണെങ്കിൽ ചെറിയ സന്തോഷത്തോടു കൂടിയാണ് അകത്തേക്ക് ചെല്ലുന്നതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ടിവിയിൽ ഒരു ജോത്സ്യനിരുന്ന് പറയുന്ന കാര്യവും കൗൺസിലർ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യം വരാൻ പോകുന്നു. ആ ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നതെന്നും ജോത്സ്യൻ പറയുന്നു. അത് കേട്ട കൗൺസിലർ ആണെങ്കിൽ തന്റെ കയ്യിലിരിക്കുന്ന നായ്ക്കുട്ടിയെ ശ്രദ്ധിക്കും. ഈ നായ്ക്കുട്ടി വന്നതിൽ പിന്നെയല്ലേ കൗൺസിലർ ഏറ്റവും വെറുക്കുന്ന അമ്മായിയമ്മയ്ക്ക് അറ്റാക്ക് വന്നത്. അതുകൊണ്ട് ഇവൻ എനിക്ക് ഭാഗ്യമാണെന്നും ഇവനെ എന്റെ കൂടെ നിർത്തണമെന്നും കൗൺസിലർ തീരുമാനിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നായ്ക്കുട്ടിയെ കാണാതായതിൽ പിന്നെ അമ്മുവിന്റെ പെരുമാറ്റത്തിൽ വല്ലാത്ത വ്യത്യാസമുണ്ട്. ആദ്യം അമ്മു ആണെങ്കിൽ നായ്ക്കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ അവൾ നല്ലതായി വരികയായിരുന്നു. നായ്ക്കുട്ടി പോയതോടുകൂടി അവൾ വല്ലാതെ വയലന്റ് ആവുകയാ. ഒരുപാട് വഴക്ക് പറയുകയാണ് അളിയനെ ലക്കി പോയതിൽ പിന്നെ അമ്മുവിന്റെ പെരുമാറ്റത്തിൽ മാറ്റമുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ലക്കിയെ കണ്ടുപിടിക്കണമെന്നും ലക്ഷ്മൺ തീരുമാനിക്കുന്നു. തന്റെ കൂട്ടുകാരനോട് ആ ഒരു കാര്യം പറയുക. എവിടെ പോയി കണ്ടുപിടിക്കാനാ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേറൊരു നായ്ക്കുട്ടിയെ വാങ്ങി അമ്മുവിന് നൽകാമെന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒരു പെൺകുട്ടിയുടെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ആ പെൺകുട്ടി ഡോഗിനെയൊക്കെ റെസ്ക്യൂ ചെയ്യുന്ന ആളാണ്. അവളുടെ പേരാണ് കീർത്തന. കീർത്തനയാണ് നമ്മുടെ കഥാനായിക. കീർത്തനയ്ക്കടുത്ത് ചെന്നാൽ വേറെ ഏതെങ്കിലും ഡോഗിനെ നമുക്ക് കിട്ടിയാലോ എന്നുള്ള കാര്യമൊക്കെ അവൻ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ കീർത്തനയ്ക്കടുത്തേക്ക് പോവുകയാണ് ലക്ഷ്മണും കൂട്ടുകാരും. അവിടെ ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് സരള. സരള സത്യത്തിൽ അന്ന് അടിയേറ്റ് ബോധം കെട്ട് കിടന്നില്ലേ? ആ സമയം കീർത്തനയും കൂട്ടരും ആ പരിസരത്തേക്ക് എത്തിയിരുന്നു. അടിയേറ്റ് ബോധം കെട്ട് കിടന്ന സരളയെ അവരാണ് റെസ്ക്യൂ ചെയ്തതും. ഇപ്പോൾ ദേ അവരുടെ ഷെൽട്ടർ തന്നെയാണ് സരളയുള്ളതും. എന്നാൽ അവിടേക്ക് ലക്ഷ്മൺ വരുന്നത് കണ്ട് സരളയും കൂടെയുണ്ടായിരുന്ന ഡോഗുകളും ദേ ഇവനല്ലേ കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോയത്, ഇവനെ കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ആളാണെന്ന് പറഞ്ഞ് കുരയ്ക്കുവാനായിട്ടും തുടങ്ങി. വല്ലാതെ ബഹളമുണ്ടാക്കുകയാ. എല്ലാ ഡോഗ്സും അങ്ങനെ തന്നെയാണ് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നത്. അവിടേക്ക് എത്തിക്കുകയാണ് കീർത്തന. കീർത്തനയ്ക്കാണെങ്കിൽ ലക്ഷ്മണനെ കണ്ടപ്പോൾ എല്ലാ ഡോഗ്സും ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് എന്തൊക്കെയോ വശപ്പിശൊക്കെ തോന്നുന്നു. വന്ന കാര്യം കൃത്യമായിട്ട് കീർത്തനയോട് പറയും. എന്നാൽ കീർത്തനയ്ക്ക് അവരുടെ സംസാരമൊന്നും അത്ര ഇഷ്ടമായതേയില്ല. അപ്പോൾ നിങ്ങൾ സ്നേഹത്തോടു കൂടി ഒരു ഡോഗിനെ വളർത്താൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത്, ഒരു കുഞ്ഞിനെ നേരെയാക്കാനായിട്ടല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഡോഗ്സിനോട് സ്നേഹമൊന്നുമില്ലല്ലേ? അതുകൊണ്ട് ഇവിടെ നിന്ന് ഡോഗ്സിനെ തരുവാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ഇവിടെ നന്നായിട്ടാണ് അവരെ പരിപാലിക്കുന്നതെന്നും കീർത്തന പറയുന്നു. ഒരുപാട് കീർത്തനയോട് കെഞ്ചിയിട്ടും നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെയുണ്ടായിരുന്ന ചെറിയൊരു ഡോഗിനെ ലക്ഷ്മണന്റെ കൂട്ടുകാരൻ എടുത്തുകൊണ്ട് ഓടുന്നു. ദേ പിന്നും ഇവൻ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. ഇവന്മാരുടെ സ്വഭാവമൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ എന്ന മട്ടിലാണ് ബാക്കിയുള്ള ഡോഗ്സ് എല്ലാം കുരയ്ക്കുന്നത്. ഒപ്പം സരളയും.
ഡോഗിനെയും എടുത്തുകൊണ്ട് പോകുന്ന ലക്ഷ്മണനെയും കൂട്ടുകാരനെയും ഫോളോ ചെയ്ത് കീർത്തനയും പോകുന്നുണ്ട്. ഡോഗിനെ കൊണ്ടുവന്ന് അമ്മുവിനെ കാണിക്കും. ദേ നോക്ക്, നിന്റെ ലക്കി എത്തിയെന്ന് പറയുമ്പോൾ അല്ല, ഇതല്ല എന്റെ ലക്കി, എനിക്ക് എന്റെ ലക്കിയെ തന്നെ വേണമെന്നും ആ കുഞ്ഞ് പറഞ്ഞ് കരയുകയാണ്. അവിടേക്കെത്തിയ കീർത്തന ഇതെല്ലാം കാണുന്നുണ്ട്. ഇനി നിങ്ങൾ 1000 ഡോഗിനെ കൊണ്ടുവന്ന് നിർത്തിയാലും അവൾ അതിനെ അംഗീകരിക്കത്തില്ല. കാരണം അവൾക്കാവശ്യം ആ ഒരു ഡോഗിനെയാണ്, അവളുടെ ലക്കി എന്നും കീർത്തന പറയുന്നു. എങ്ങനെയെങ്കിലും ലക്കിയെ കണ്ടെത്തണം, ഞാനും നിങ്ങളെ സഹായിക്കാമെന്നും കീർത്തന പറയുകയാണ്. അങ്ങനെ കീർത്തനയും അവരോടൊപ്പം കളത്തിലിറങ്ങുന്നു. മറ്റൊരു വശത്ത് കൗൺസിലറിന്റെ വീടാണ് കാണിക്കുന്നത്. കൗൺസിലറിന്റെ അമ്മായിയമ്മയാണെങ്കിൽ മരണപ്പെട്ടു പോയി. കൗൺസിലർക്ക് അതിന്റെ സന്തോഷമാ. അവിടേക്ക് MLAയും എത്തുന്നുണ്ട്. MLAയോട് കൗൺസിലർ പറയുന്നത്, ദേ ഈ ഒരു നായ്ക്കുട്ടിയില്ലേ, ഈ ഒരു നായ്ക്കുട്ടി എന്റെ വീട്ടിലേക്ക് വന്നപ്പോഴാ എനിക്ക് ഭാഗ്യമൊക്കെ ഉണ്ടായത്. അമ്മായിയമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഞാൻ ഈ നായ്ക്കുട്ടിയും എടുത്ത് അകത്തേക്ക് പോയപ്പോഴാണ് അമ്മായിയമ്മ പടമായത്. അതുകൊണ്ട് തന്നെ ഈ നായ്ക്കുട്ടിയാണ് എന്റെ ലക്കി ചാം. ഇവൻ വന്നതിന് ശേഷമാ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നടന്നതെന്നും കൗൺസിലർ പറയുന്നു. അത് കേട്ട് MLA ആണെങ്കിൽ ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന മട്ടിലിരിക്കുക. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് MLAയുടെ അളിയനാണെങ്കിൽ MLAയോട് പറയുന്നുണ്ട്, ആ ഡോഗ് കാലഭൈരവന, നമുക്ക് ഭാഗ്യമൊക്കെ കൊണ്ടുതരും, അവനെ നമുക്ക് കടത്തിക്കൊണ്ട് പോയാലോ എന്നൊക്കെ MLAയോട് അളിയൻ പറയുന്നു. അളിയൻ പറയുന്നത് കേട്ട MLA ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് ഇവൻ എന്ത് വട്ടായി പറയുന്നെന്ന് ചിന്തിച്ച് കാറിൽ കയറി പോകുന്നു. മറ്റൊരു വശത്ത് കീർത്തനയും ലക്ഷ്മണന്റെ കൂട്ടുകാരനും ചേർന്ന് ലക്കിയെ കാണാനില്ലാത്തത് കൊണ്ട് ലക്കിയുടെ ഫോട്ടോ പോസ്റ്റർ അടിച്ചൊട്ടിക്കുക. എന്നാൽ അതുവഴി കൗൺസിലറിന്റെ അമ്മായിയമ്മയുടെ ഡെഡ് ബോഡി കൊണ്ടുപോവുകയായിരുന്നു. ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ് ആ 2 ഗുണ്ടകളും. ഗുണ്ടകളെ ലക്ഷ്മൺ കാണുന്നു. ഇവനല്ലേ അന്ന് ആ പാർക്കിൽ വെച്ച് എന്നോട് വന്ന് പ്രശ്നമുണ്ടാക്കിയത്, അപ്പോൾ ഇവനായിരിക്കുമോ എന്നോടുള്ള ദേഷ്യത്തിൽ ലക്കിയെ കടത്തിക്കൊണ്ടു പോയതെന്നൊക്കെ ലക്ഷ്മൺ ചിന്തിക്കുന്നു. ഉടനെ തന്നെ രണ്ടുപേരെയും പിടികൂടി ഒരുപാട് തല്ലിയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവന്മാരാണെങ്കിൽ എല്ലാ കാര്യവും സമ്മതിക്കും. അപ്പോൾ ലക്കിയുള്ളത് കൗൺസിലറിന്റെ വീട്ടിലാണല്ലേ, അവിടെ നിന്നും എങ്ങനെയെങ്കിലും ലക്കിയെ കടത്തണമെന്നും ലക്ഷ്മണും കൂട്ടുകാരനും കീർത്തനയും ചിന്തിക്കും. മറ്റൊരു വശത്ത് അമ്മുവിനെ കാണിക്കുക. അമ്മുവിനാണെങ്കിൽ ആകെ സങ്കടം. ലക്കി പോയതിൽ പിന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. വീട്ടിൽ ജോലിയുള്ളത് കൊണ്ട് തന്നെ അമ്മുവിനെ TVക്ക് മുന്നിലിരുത്തിയിട്ട് ജോലി ചെയ്യുവാനായും പോകുന്നു. എന്നാൽ അമ്മുവിന്റെ ഇമാജിനേഷനിൽ നമ്മുടെ ലക്കി വരികയാണ്. ലക്കിക്കൊപ്പം അവളിരുന്ന് കളിക്കുന്നു. ഒടുവിൽ ലക്കിയുടെ പിന്നാലെ നടന്നു പോവുക. അവളാണെങ്കിൽ ഒടുവിൽ പടിയിൽ നിന്നും താഴേക്ക് വന്നു വീണ് അവളുടെ നെറ്റി പൊട്ടിപ്പോകുന്നു. ഇപ്പോൾ ദേ ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ആയിരിക്കുക. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ആകെ സങ്കടം. ഇങ്ങനെ പോയാൽ ഇനി എന്താ ചെയ്യുക എന്ന് എല്ലാവരും ചിന്തിച്ചു നിൽക്കുന്ന സമയമാണ് ഷെൽട്ടർ കാണിക്കുന്നത്. അവിടെയാണല്ലോ ഇപ്പോൾ സരളയുള്ളത്. സരളയ്ക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കോട്ടിൽ നിന്നും പുറത്തു കടക്കണം, എന്നാലേ തന്റെ കുഞ്ഞിനെ കണ്ടുപിടിക്കാനാകൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വന്ന മറ്റൊരു ഡോഗിന്റെ സഹായത്തോടു കൂടി കോട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് സരള. കീർത്തനയുടെ ഷെൽട്ടറിൽ നിന്നും സരള രക്ഷപ്പെട്ടു പോവുകയാണ്. മറ്റൊരു വശത്ത് ഉറങ്ങുകയായിരുന്ന MLA കാണിക്കുന്നു. MLAക്കടുത്തേക്ക് ഒരു ചെറിയ നായ്ക്കുട്ടി വന്ന് MLA നക്കുകയാണ്. എന്താ ഇത്, ആരാ ഇതിന് ഇവിടെ കൊണ്ടുവന്നെന്ന് ചോദിച്ച് MLA വല്ലാതെ ദേഷ്യം വരും. അവിടേക്ക് വന്ന അളിയനാണെങ്കിൽ, ഈ വന്നിരിക്കുന്ന നായ്ക്കുട്ടി എന്ത് ഭാഗ്യമാണ് നിനക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നീ നിന്റെ ഫോണെടുത്ത് നോക്കെന്നും പറയുന്നു. അപ്പോഴാണ് MLA ഞെട്ടിപ്പോകുന്നത്. MLAക്ക് പണ്ട് 300 കോടിയുടെ ചെറിയൊരു മാഫിയ ഡീലിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ കേസ് നടക്കുകയായിരുന്നു. എന്നാൽ ഈ ലക്കി വന്നതിൽ പിന്നെ കേസ് തള്ളിപ്പോയി എന്നുള്ള ന്യൂസാണ് അവർ കേട്ടതും. ആ ഒരു ഡോഗ് വന്നതുകൊണ്ട് അവർക്ക് ലഭിച്ച ഭാഗ്യമാണെന്നും MLA കരുതുന്നു. MLAക്കും ഒരുപാട് സന്തോഷമായി. അന്നു മുതൽ MLAക്ക് ലക്കിയെ വലിയ ഇഷ്ടമാണ്. മറ്റൊരു വശത്ത് ബാറിലിരുന്ന് കുടിക്കുകയായിരുന്നു ലക്ഷ്മണും കൂട്ടുകാരനും. അവരാണെങ്കിൽ ഡോഗ് എങ്ങനെ നഷ്ടമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ അവരുടെ തൊട്ടടുത്ത് തന്നെ MLAയുടെ അളിയനും അളിയന്റെ കൂട്ടുകാരനും മദ്യപിക്കുവാനായി എത്തി. MLAയുടെ അളിയനാണെങ്കിൽ അവർക്ക് എങ്ങനെ ആ ഒരു ഡോഗിനെ കിട്ടിയെന്നൊക്കെ കൂട്ടുകാരനോടും പറയുന്നു. അതൊരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് നമ്മളെ കാണിക്കുന്നത്. സത്യത്തിൽ ലക്ഷ്മണും കൂട്ടുകാരനും ഡോഗിനെ കടത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ലക്കിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് രാത്രിക്ക് രാത്രി തന്നെ ലക്ഷ്മണും കൂട്ടുകാരനും കൗൺസിലറിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അതേ സമയം തന്നെയായിരുന്നു MLAയുടെ അളിയനും കൂട്ടാളിയും കൂടി കൗൺസിലറിന്റെ വീട്ടിലേക്ക് എത്തിയതും. വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ടവർ ലക്കിയെ അവിടെ ആകെ അന്വേഷിക്കുക. ഒരു ഘട്ടത്തിൽ ലക്കിയെ കിട്ടുന്നത് ലക്ഷ്മണന്റെ കൂട്ടുകാരനാണെങ്കിൽ ലക്കിയെ എടുത്ത് ഏൽപ്പിക്കുന്നതോ നമ്മുടെ MLAയുടെ അളിയന്റെ കയ്യിലും. MLAയുടെ അളിയൻ നായ്ക്കുട്ടിയെ കൊണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. സത്യത്തിൽ ലക്ഷ്മണന്റെ കൂട്ടുകാരൻ കരുതിയത് തനിക്കൊപ്പം നിൽക്കുന്നത് ലക്ഷ്മണനാണെന്ന് കരുതിയാണ് ഡോഗിനെ എടുത്തു കൊടുത്തതും. എന്നാൽ പണി കിട്ടിയല്ലോ ഇപ്പോൾ. ഇതെല്ലാം പറഞ്ഞിരുന്ന് ചിരിക്കുക MLAയുടെ അളിയൻ.
ഏതോ ഒരുത്തൻ എന്റെ കയ്യില് നായ്ക്കുട്ടി എടുത്തു തന്നു. ഒന്നും നോക്കിയില്ല, ഞാൻ അതിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അളിയൻ പറഞ്ഞു ചിരിക്കും. ഇതെല്ലാം ലക്ഷ്മണന്റെ കൂട്ടുകാരൻ അടുത്തിരുന്ന് കേൾക്കുകയാ. അപ്പോൾ നീയാണല്ലേ ഡോഗിനെ കൊണ്ടുപോയെന്ന് ചോദിച്ച് അയാളെ ഒരുപാട് തല്ലി കീർത്തനയുടെ ഷെൽട്ടറിലേക്ക് കൊണ്ടുവന്ന് ഒരു കൂട്ടിൽ കൊണ്ടുവന്നിടുകയാ. MLA അളിയനെ അടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് കൗൺസിലറിന്റെ കയ്യിൽ നിന്നും ഡോഗ് ഇപ്പോൾ MLA കൈവശമാണ് എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യവും ലക്ഷ്മണനും കൂട്ടുകാരനും മനസ്സിലാകുന്നത്. ഇനി എങ്ങനെ ആ ഒരു ഡോഗിനെ സ്വന്തമാക്കുമെന്ന ടെൻഷനായിരുന്നു അവർക്ക്. അതേസമയം പോകുവാനായി ടൈമായതുകൊണ്ട് തന്നെ ലക്ഷ്മണന്റെ അളിയനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. വഴിയിൽ കാണുന്ന വണ്ടിക്കെല്ലാം ലിഫ്റ്റ് ചോദിക്കുക. എന്നാൽ അളിയന് ലിഫ്റ്റ് കൊടുത്തത് കൗൺസിലറിന്റെ കാറായിരുന്നു. കൗൺസിലറാണതെന്നുള്ള കാര്യം അളിയൻ അറിയത്തേയില്ല. എന്നാൽ അളിയനാണെങ്കിൽ കാറിൽ കയറിയിരുന്ന ഉടനെ തന്നെ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് കൗൺസിലറിന്റെ കയ്യിലിരുന്ന നമ്മുടെ ലക്കിയെ ഇപ്പോൾ MLA കയ്യിലാണ് ഉള്ളതെന്നുള്ള കാര്യം ഭാര്യയോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കൗൺസിലർ ശ്രദ്ധിക്കുന്നുണ്ട്. കൗൺസിലർ അവിടെ നിന്നും അളിയനെ കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. ലക്ഷ്മണന്റെ അളിയനെ കൊണ്ടുവന്ന് വിരട്ടുന്ന സമയത്താണ് ലക്കിയെ കടത്തിക്കൊണ്ടു പോയത് MLA അളിയനാണെന്നും MLA അളിയൻ ഇപ്പോൾ ലക്ഷ്മണന്റെ കൈവശമാണ് ഉള്ളതെന്നുമുള്ള കാര്യം അളിയൻ വഴി കൗൺസിലർ അറിയുന്നതും. കൗൺസിലറിനാണെങ്കിലോ വല്ലാതെ ദേഷ്യം വരികയും ലക്ഷ്മണനെ ഉടനെ തന്നെ കോള് ചെയ്യുന്നു. MLA അളിയനെ തന്റെ കൈവശം കൊണ്ടുവന്ന് തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ അളിയനെ കൊന്നുകളയുമെന്നാണ് ലക്ഷ്മണനെ ഭീഷണിപ്പെടുത്തുന്നത്. ഉടനെ തന്നെ ലക്ഷ്മൺ ആണെങ്കിൽ MLA അളിയനെയും കൊണ്ട് കൗൺസിലറിനടുത്തേക്ക് എത്തുന്നു. രണ്ടുപേരും കോംപ്രമൈസിൽ എത്തിക്കുകയാണ്. എന്നിട്ട് കൗൺസിലർ ആണെങ്കിൽ MLA വിളിക്കും. ലക്കിയെ തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അളിയനെ കൊന്നുകളയുമെന്ന് വിരട്ടുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് MLA പറയുന്നത് അളിയനെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ലക്കിയെ ഞാൻ വിട്ടുതരില്ല എന്നായിരുന്നു. അത് കേട്ടതും സങ്കടമായത് MLA അളിയന്. ഞാൻ ഒരുപാട് അയാൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്റെ ജീവനെക്കാട്ടിയും അയാൾ വില നൽകിയത് ലക്കിക്കല്ലേ. അപ്പോൾ ലക്കിയെ നിങ്ങളുടെ കൈവശം ഏൽപ്പിക്കുന്നതിന് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്നുള്ള കാര്യം അളിയൻ പറയുന്നു. അങ്ങനെ ഇരിക്കെ CMന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് MLA പോകുന്നുണ്ട് എന്നുള്ള കാര്യം അളിയൻ വിളിച്ച് കൗൺസിലറിനെയും ലക്ഷ്മണനെയും അറിയിക്കുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നായെ തൂക്കാമെന്നുള്ളതാണ് അവരുടെ പ്ലാനും. എന്നാൽ CMന്റെ മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് MLA എത്തിയത് തന്റെ നായ്ക്കുട്ടിയുമായിട്ടായിരുന്നു. മകളുടെ കയ്യിൽ നായ്ക്കുട്ടിയെ ഏൽപ്പിച്ചിട്ടാണ് മീറ്റിംഗിന് പങ്കെടുക്കുവാനായിട്ട് MLA ഇരിക്കുന്നതും. CMന്റെ കൂടെ എപ്പോഴും ഒരു ജ്യോത്സ്യൻ കാണും. ജ്യോത്സ്യനാണെങ്കിൽ ആ മീറ്റിംഗിനിടയിൽ CMനോട് പറയുന്നുണ്ട്, CMനെതിർത്ത് ഒരുപാട് പേർ നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ ഒന്നും തന്നെ മിണ്ടരുത്. CMന്റെ ഭാഗ്യം CMനെ തേടി വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ജ്യോത്സ്യൻ പറഞ്ഞതും. അതേ സമയമായിരുന്നു നമ്മുടെ നായ്ക്കുട്ടി ലക്കി CMനടുത്തേക്ക് വരുന്നത്. CMന്റെ കാൽ കീഴിൽ വന്ന് നിൽക്കുകയാണ് ലക്കി. അത്രയും നേരം CMനെ എതിർത്ത് എല്ലാവരും ഇനി മുതൽ നിങ്ങളെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അത്രയും നേരം എതിർത്തിരുന്നവരാണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അത് കാണുന്ന ജ്യോത്സ്യൻ CMനോട് പറയുന്നത് സാറിന്റെ ഭാഗ്യം ഈ നായ്ക്കുട്ടിയാണ്, ഇതിനെ ഒരിക്കലും കൈവിട്ട് കളയരുത് എന്നായിരുന്നു. MLAക്ക് പണി കിട്ടിയ അവസ്ഥയാ. തന്റെ ഭാഗ്യം CMന്റെ കയ്യിൽ പോയിരിക്കുന്നല്ലോ എന്ന സങ്കടവും. ഈ ഒരു വിവരമാണെങ്കിലോ കൗൺസിലറാണെങ്കിൽ ലക്ഷ്മണനോട് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾക്ക് ആ നായ്ക്കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ വേറൊരു നായ്ക്കുട്ടിയെ നോക്കുന്നതാണ് നല്ലത്. ഇത്രയും നേരം എങ്ങനെയെങ്കിലും നമുക്ക് നായ്ക്കുട്ടിയെ കിട്ടുമെന്ന് നമ്മൾ കരുതി, ഇനി അത് കിട്ടാൻ പാടാണ്. CMന്റെ കൈവശം വരെ എത്തിയിരിക്കുന്നല്ലോ എന്നുള്ള കാര്യം കൗൺസിലർ പറയുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് ലക്ഷ്മൺ പറയുന്നത്, എന്റെ അമ്മുവിന്റെ ജീവൻ ഇപ്പോൾ ഇരിക്കുന്നത് ലക്കിയുടെ കൈവശമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ലക്കിയെ കണ്ടെത്തിയേ പറ്റൂ. അമ്മുവിന് ഞാൻ ലക്കിയെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ലക്ഷ്മൺ പറയുന്നു. അത് കേട്ട് കൗൺസിലറിനും ആകെ സങ്കടം വരികയാണ്. അങ്ങനെ ലക്ഷ്മൺ ആണെങ്കിലോ കീർത്തനയ്ക്കും തന്റെ കൂട്ടുകാരനും ഒപ്പം ചേർന്ന് ഒരു പ്ലാൻ ഇടുന്നു. കീർത്തനയാണെങ്കിൽ ഷെൽട്ടർ ഹോം നടത്തുകയാണല്ലോ ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഡോഗ് ഷോ നടത്താമെന്നും തീരുമാനിക്കുന്നു. ആ ഡോഗ് ഷോയിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും CMനെ വരുത്തണം. CM വരുമ്പോൾ ഉറപ്പായിട്ടും ലക്കിയെ കൊണ്ടുവരും. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ലക്കിയെ പൊക്കാമെന്നായിരുന്നു ലക്ഷ്മണന്റെ പ്ലാൻ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അനുമതിക്കും വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനൊരു ചെറിയ ഷോയ്ക്ക് CM വരുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ചിന്ത. അങ്ങനെ അവർ CMന്റെ ഓഫീസിലേക്ക് എത്തുകയാണ്. കീർത്തനയാണ് CMനോട് സംസാരിക്കുന്നത്. സാറിന്റെ ഡോഗിനെ സാർ നല്ല കെയർ ചെയ്തല്ലേ വളർത്തുന്നത്, ഞങ്ങളൊരു ഡോഗ് ഷോ നടത്തുന്നു, സാറിന്റെ ഡോഗിനെയും കൊണ്ട് ആ ഒരു ഷോയിൽ പങ്കെടുക്കുവാനായിട്ട് വരണമെന്നും അവൾ ക്ഷണിക്കുന്നു. ഒരുപാട് മീഡിയക്കാരും ആളുകളും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ CM വരാമെന്നും സമ്മതിക്കും. അങ്ങനെ ഡോഗ് ഷോ നടക്കുവാനായി പോവുകയാണ്. മറ്റൊരു വശത്ത് സരളയും ഗ്യാങ്ങും തന്റെ കുഞ്ഞിനെയും അന്വേഷിച്ച് നടക്കുകയാണല്ലോ. ലക്ഷ്മണന്റെ അളിയനെ ഫോളോ ചെയ്ത് സരളയും കൂട്ടരും എത്തുന്നത് ഡോഗ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു CMും അവിടേക്ക് വരുന്നത്. CMനെ എങ്ങനെയെങ്കിലും ഒരു
രണ്ടു വാക്ക് സംസാരിക്കുവാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ CM ഉറപ്പായിട്ടും ഡോഗിനെ മറ്റൊരാൾക്ക് കൈമാറുമല്ലോ. ആ ഒരു ഗ്യാപ്പിൽ ഡോഗിനെ അടിച്ചു മാറ്റാമെന്നാണ് ലക്ഷ്മണൻ ഗ്യാങ്ങും പ്ലാൻ ചെയ്തിരിക്കുന്നത്. CM അങ്ങനെ വേദിയിലേക്ക് സംസാരിക്കുവാനേയും എത്തി. ഡോഗിനെ കൊടുത്തിരിക്കുന്നത് തന്റെ ജോത്സ്യന്റെ കയ്യിലും. എന്നാൽ ഒരു ഗ്യാപ്പില് ലക്ഷ്മണന്റെ കൂട്ടുകാരനാണെങ്കിൽ ജോത്സ്യന്റെ കയ്യിൽ നിന്നും ഡോഗിനെ സ്വന്തമാക്കി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് കരുതി പോകുന്ന സമയത്ത് ആ ഒരു കാഴ്ച CM കാണുന്നു. CMനെ കണ്ട് പേടിച്ച ലക്ഷ്മണന്റെ കൂട്ടുകാരനാണെങ്കിൽ, സാറേ, ഡോഗ് ഓടിപ്പോകുവാനായി ശ്രമിച്ചു, ഞാനതിനെ പിടിച്ചതാണെന്നും അവൻ കള്ളം പറഞ്ഞ് ഡോഗിനെ വീണ്ടും CMന്റെ കയ്യിൽ ഏൽപ്പിച്ചു. CM അവിടെ നിന്ന് തന്റെ നായ്ക്കുട്ടിയെ കൊണ്ട് പോവുകയാണ്. എന്നാൽ ഈ ഒരു കാഴ്ച സരളയും ഗ്യാങ്ങും കാണുന്നു. സരളയും ഗ്യാങ്ങും CMന്റെ വണ്ടിയുടെ പിന്നാലെ പോകും. CMന്റെ വസതി വരെ എത്തി. പക്ഷേ അകത്തേക്ക് കടക്കുവാനായി കഴിയില്ല. അകത്തേക്ക് അതിക്രമിച്ച് കടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെടികൊണ്ട് മരിക്കുമെന്നുള്ള കാര്യം സരളയ്ക്കും ഗ്യാങ്ങിനും അറിയാം. അതുകൊണ്ടവർ അവസരം വരുന്നത് കാത്ത് വെളിയിൽ വെയിറ്റ് ചെയ്യുക. എങ്ങനെയെങ്കിലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നാണ് സരളയുടെ മനസ്സിൽ. ലക്കിയെ സ്വന്തമാക്കണമെങ്കിൽ വലിയൊരു പ്ലാൻ തന്നെ ചെയ്യണമെന്നും ലക്ഷ്മൺ തീരുമാനിക്കുന്നു. അങ്ങനെ ലക്ഷ്മണൻ ഗ്യാങ്ങും ഒരു പ്ലാൻ ഇടുകയാണ്. എന്തെന്നാൽ CMന്റെ എതിർ പാർട്ടിയിലെ ആളിനെ പോയി കാണാമെന്ന്. അങ്ങനെ എതിർ പാർട്ടി നേതാവിനെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. എതിർ പാർട്ടി നേതാവ് ചോദിക്കുന്നത്, CM ഒരു നായ്ക്കുട്ടിയുടെ പിന്നാലെ നടക്കുകയാണോ? അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ CMന്റെ വീട്ടിലെ ജോലിക്കാരനെ വിളിച്ച് അന്വേഷിക്കും. പറഞ്ഞതെല്ലാം ശരി തന്നെയാ. CM എപ്പോഴും ഒരു നായ്ക്കുട്ടിക്ക് പിന്നാലെയാ. മാത്രമല്ല CMന്റെ വൈഫിനും കുട്ടിക്കൊന്നും അതൊന്നും അത്ര ഇഷ്ടമേ അല്ല എന്നുള്ള കാര്യം വേലക്കാരൻ പറയുന്നു. അങ്ങനെ CMനെ എങ്ങനെയെങ്കിലും തകർക്കുവാനായിട്ട് നോക്കുന്ന ആ ഒരു എതിർ പാർട്ടി നേതാവാണെങ്കിൽ ഈ ഒരു കാര്യം മീഡിയക്കാർക്ക് മുന്നിൽ വന്ന് പറയുകയാണ്. അതോടുകൂടി CM എപ്പോഴും ഒരു ഡോഗിന് പിന്നാലെയാണെന്നുള്ള ട്രോളും വാർത്തകളും ഒക്കെ ഇറങ്ങി. CMന് ആകെ നാണക്കേട്. ഈ ഒരു നായ് കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നം, അതുകൊണ്ട് ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കൊന്നുകളയണമെന്നും CM പറയുന്നു. CMന്റെ ജോത്സ്യൻ പറയുന്നത്, സാറ് വിചാരിക്കും പോലെയല്ല, ആ ഡോഗ് ഷോ നടത്താൻ വന്നവന്മാരാണ് ഇതിന് പിന്നിൽ പ്ലാൻ ചെയ്യുന്നത്. അവർക്ക് ഈ ഡോഗിനെ സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ട് അവരുടെ പ്ലാനാണിത്. നമുക്കൊരു മന്ത്രവാദിയെ വരുത്താം, മന്ത്രങ്ങളൊക്കെ ചെയ്യാം, ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടെത്താനാകുമെന്നും ജോത്സ്യൻ പറയുന്നു. ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ഒരു മന്ത്രവാദി അവിടേക്ക് വരികയാണ്. CMന്റെ വീടിന് മുന്നിൽ നിൽക്കുകയാണല്ലോ സരളയും ഗ്യാങ്ങും. കൂട്ടത്തിലുണ്ടായിരുന്ന രാമയ്യ മന്ത്രവാദിയെ കണ്ടതും പേടിച്ച് കുരയ്ക്കുവാനായും തുടങ്ങി. അതിനു പിന്നിലെ കാരണം എന്തെന്നാൽ, പണ്ട് രാമയ്യയും അച്ഛനും അമ്മയും കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതേ മന്ത്രവാദി അവർക്കടുത്തേക്ക് വരികയും രാമയ്യയുടെ അച്ഛനും അമ്മയ്ക്കും എല്ലിട്ട് കൊടുത്ത് അവരെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. കൊണ്ടുപോയി അവരെ വിറ്റതോ ഈ പട്ടിയിറച്ചിയൊക്കെ വിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക്. അന്നു മുതൽ രാമയ്യയ്ക്ക് ഈ മന്ത്രവാദിയെ വല്ലാത്ത പേടിയാണ്. തന്റെ കുടുംബത്തെ തന്നിൽ നിന്നും അകറ്റിയത് ഈ മന്ത്രവാദിയാണെന്ന് പറഞ്ഞാണ് രാമയ്യ കുരച്ചുകൊണ്ടേയിരിക്കുന്നതും. ഈ മന്ത്രവാദി ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കുഞ്ഞിന് ആപത്താണെന്ന് രാമയ്യ സരളയോട് പറയുന്നു. എന്നാൽ അകത്തേക്ക് കടന്ന മന്ത്രവാദിയാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ ബബ്ബടിച്ചിരിക്കുക. കാരണം അതൊരു കള്ള മന്ത്രവാദിയാ. മന്ത്രവാദി ചുമ്മാ കബഡിയൊക്കെ നിരത്തിയിട്ട് പറയുന്നത്, ഈ ഡോഗ് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും, അതുകൊണ്ട് തന്നെ ഈ ഡോഗിനെ കൊന്ന് അതിനൊരു കുഴിയെടുത്ത് മൂടി അതിന് മുകളിലായിട്ട് ഒരു അമ്പലം കെട്ടണം, എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം വന്നു ചേരുമെന്നും മന്ത്രവാദി പറഞ്ഞു. മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് ഡോഗിനെ കൊന്ന് കുഴിച്ചിട്ട് അതിനു മുകളിൽ അമ്പലം പണിയുവാനായിട്ട് പോവുകയാണ് CM. ഈ ഒരു വാർത്തയൊന്നും ലക്ഷ്മൺ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, CMന്റെ വീട്ടിലെ ജോലിക്കാരനോട് ഡോഗിനെ എടുത്ത് അടുത്തുള്ള കുപ്പത്തൊട്ടിയിൽ കൊണ്ടുവന്ന് ഇടുവാനായിട്ട് പറയാം. അവിടെ നിന്നും നിങ്ങൾ ഡോഗിനെ എടുക്കണം. നിങ്ങൾ ഈ ഡോഗിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു ഡോഗ് ഭാഗ്യം കൊണ്ടുവരുന്നതാണോ അല്ലയോ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഡോഗിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തുമില്ല എന്നും നേതാവ് പറയുന്നു. അങ്ങനെ നേതാവ് പറഞ്ഞതനുസരിച്ച് അവർ 3 പേരും നേരെ എത്തുന്നത് കുപ്പത്തൊട്ടിക്കടുത്തേക്കാണ്. പക്ഷേ അവിടെ ഒളിച്ചിരിക്കുന്നതോ CMന്റെ വീട്ടിലെ ജോലിക്കാരനും. ജോലിക്കാരൻ പറയുന്നത്, ഡോഗിനെ എടുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല, പക്ഷെ അവിടെ വലിയ മന്ത്രവാദം നടക്കുകയാ, ഡോഗിനെ ബലി കൊടുക്കാൻ പോവുകയാണെന്നും ആ ഒരു വേലക്കാരൻ പറയുന്നു. അത് കേട്ടതും ലക്ഷ്മൺ ആകെ ടെൻഷൻ ആകുവാനായും തുടങ്ങി. ലക്കിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ലക്ഷ്മണും ഗ്യാങ്ങും തീരുമാനിക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു സരളയും ഗ്യാങ്ങും അവിടേക്ക് വരുന്നത്. അവർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവരാണെങ്കിൽ ലക്ഷ്മണനും ഗ്യാങ്ങിനെ നോക്കി കുറിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തോ ഇവർ പറയുവാനായി ശ്രമിക്കുകയാണെന്ന് ലക്ഷ്മണനൊക്കെ മനസ്സിലായി. അതേ സമയമായിരുന്നു മുത്തു എന്നൊരു ഡോഗ് അവിടേക്ക് വരുന്നത്. സത്യത്തിൽ ഈ മുത്തുവിന് മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് അറിയാം. മുത്തുവിന്റെ കഴുത്തിൽ ചെറിയൊരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. മുത്തുവിനെ വളർത്തിയ മാസ്റ്റർ ആണെങ്കിൽ മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തുവിന് മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ കഴിയും. അങ്ങനെ മുത്തുവാണെങ്കിൽ സരളയുടെയും ലക്കിയുടെയും കഥയൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് ലക്ഷ്മണന് വല്ലാതെ സങ്കടം വരും. എങ്ങനെയെങ്കിലും ലക്കിയെ രക്ഷിക്കണമെന്നും സരളയ്ക്ക് കൊടുക്കണമെന്നും ലക്ഷ്മൺ തീരുമാനിക്കുന്നു. പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് ലക്ഷ്മൺ. കൂടെ സരളയുടെ ഗ്യാങ്ങുമുണ്ട്.
അങ്ങനെ ഇവർ ഒരു ഗ്യാങ് ആയിട്ടാണ് അകത്തേക്ക് കടക്കുന്നത്. അതിനു മുൻപായിട്ട് ആ ഒരു കള്ള മന്ത്രവാദിയെ ലക്ഷ്മൺ കാണുകയാണ്. എന്നിട്ട് ആ മന്ത്രവാദിയോട് പറയും, നീ ഒരു പൂജ ചെയ്യുകയാണെങ്കിൽ നീ ഡോഗിന്റെ മാംസമൊക്കെ വിൽക്കുന്ന കാര്യം ഞാൻ പുറത്തു കൊണ്ടുവരും. നീ അത്രയ്ക്കും ഒരു ക്രൂരനാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതോടുകൂടി ആ ഒരു കള്ള മന്ത്രവാദിയും എങ്ങനെയെങ്കിലും ഇവരെ സഹായിക്കണമെന്നും തീരുമാനിക്കുന്നു. പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് ലക്ഷ്മണൻ ഗ്യാങ്ങും പിന്നെ സരളയും ടീമും. പൂജ മുടക്കുവാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. CMന്റെ ആളുകളാണെങ്കിൽ അവരെ കാണുകയും അവരുമായിട്ട് വലിയ ഫൈറ്റ് തന്നെ നടക്കുകയും ചെയ്യുന്നു. സരളയും ടീമും അവരെ കൊണ്ട് പറ്റുന്ന വിധം ആക്രമിക്കുവാനായി എത്തുന്നവരെയൊക്കെ കടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ CM ആണെങ്കിൽ ലക്ഷ്മണനോടൊക്കെ പറയും, ഈ ഒരു ഡോഗിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എത്തിയിരിക്കുന്നത്, എന്തായാലും ഇതിന് ഞാൻ ബലി കൊടുക്കുമെന്നുള്ള കാര്യം CM പറയുന്നു. വലിയ ഫൈറ്റ് നടക്കും. ലക്കിയെ ലക്ഷ്മണന്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്കിയെ കൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. രണ്ടാമത്തെ നിലയിൽ എത്തുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്നും ലക്കി തെറിച്ചു വീഴുകയാണ്. വന്ന് വീഴുന്നതോ ലൈൻ കമ്പിയിലും. ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് ലക്കി നേരെ വന്ന് വീഴുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കും. അത് കാണുന്ന ലക്ഷ്മണാണെങ്കിൽ ലക്കിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടുന്നു. ലക്കിയെ കയ്യിലെടുക്കുന്ന സമയത്ത് ലക്കിക്ക് ജീവനില്ല. ലക്ഷ്മണാണെങ്കിൽ പൊട്ടിക്കരയുക. അത് കാണുന്ന സരളയും ബോധമറ്റതുപോലെ തറയിൽ വീഴുകയാണ്. അവളും കരയുന്നു. അത് കാണുന്ന ലക്ഷ്മൺ CMന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിങ്ങൾ ഇത് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ പോകുന്നത്? ഇത്രയും ക്രൂരത ഒരിക്കലും ചെയ്യാൻ പാടില്ല. അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഈ ഒരു മിണ്ടാപ്രാണിയെ ബലി കൊടുത്താൽ നിങ്ങളങ്ങ് നന്നാവുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ മകനെ ബലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പൊസിഷനിലെത്താൻ കഴിയുമെന്നും നിങ്ങൾക്ക് നല്ല ഭാഗ്യം ലഭിക്കുമെന്നും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുമോ? അതുപോലെയല്ലേ ലക്കിയുടെ കാര്യം. നോക്ക്, അവന്റെ അമ്മയെ നോക്കെന്ന് പറഞ്ഞ് സരളയും കാണിച്ചു കൊടുക്കുന്നു. വളരെ ഇമോഷണൽ ആയിട്ടാണ് പിന്നീട് അങ്ങോട്ട് ലക്ഷ്മൺ സംസാരിക്കുന്നത്. അതെല്ലാം കേട്ട് CMന് വല്ലാതെ സങ്കടം വരുന്നു. താൻ ചെയ്തത് തെറ്റായി പോയിന്നും CMന് മനസ്സിലായി. മാത്രമല്ല സരളയെ കണ്ടിട്ട് സഹതാപവും തോന്നുകയാണ്. അതേസമയം ലക്ഷ്മണാണെങ്കിൽ ലക്കിയും കൊണ്ട് നേരെ പോകുന്നത് സരളയ്ക്കടുത്തേക്ക്. സരളയാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. സരളയ്ക്കടുത്തായിട്ട് ചലനമറ്റ ലക്കിയെ വെച്ച് കിടത്തുകയാണ്. അമ്മയുടെ വേദന മനസ്സിലാക്കിയ എന്തോ ലക്കിക്ക് പെട്ടെന്ന് ജീവൻ വെക്കുന്നു. സരളയ്ക്ക് ഒരുപാട് സന്തോഷമായി. ലക്കി അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് മുന്നോട്ട് ഓടുകയാണ്. ലക്കിക്ക് പിന്നാലെ സരളയും ഓടുന്നുണ്ട്. അതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദിയും പറഞ്ഞു നിൽക്കുകയാണ് ലക്ഷ്മൺ. ലക്കി തന്റെ അമ്മയ്ക്കൊപ്പം പോകുന്നത് കണ്ട് ലക്ഷ്മൺ ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാ. ലക്ഷ്മണിനടുത്തേക്ക് കൂട്ടുകാരനും കീർത്തനയും എത്തുന്നു. നീ എന്തിനാ ലക്കിയെ സരളയ്ക്കൊപ്പം പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോൾ, അവന്റെ അമ്മയ്ക്കൊപ്പമാ അവൻ ജീവിക്കേണ്ടത്, കണ്ടില്ലേ അവന്റെ സന്തോഷം കണ്ടില്ലേ, അവർ പോയി ജീവിക്കട്ടെ. അമ്മുവിനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം, അവളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും ലക്ഷ്മൺ പറയുന്നു. സരള തന്റെ മകനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തേക്ക് മകനോട് പറയുന്നുണ്ട്, മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കരുത്, മനുഷ്യരത്ര നല്ലതേ അല്ല എന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നാൽ അതെല്ലാം കേൾക്കുന്ന മകനാണെങ്കിൽ ആദ്യമായിട്ട് ഒരു വാക്ക് സംസാരിക്കുന്നു. അത് അമ്മു എന്നായിരുന്നു. അത് കേട്ടതും സരളയ്ക്ക് മനസ്സിലായി അമ്മുവിനെ അവൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. മാത്രവുമല്ല അമ്മു അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. അതോടെ സരളയാണെങ്കിൽ തന്റെ മകനെ അമ്മുവിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുവാനായും തീരുമാനിക്കും. അങ്ങനെ സരള മകനെയും കൊണ്ട് അമ്മുവിനടുത്തേക്കാണ് ചെല്ലുന്നത്. അമ്മുവിനെ കണ്ടതും അമ്മുവിനടുത്തേക്ക് ഓടി വരികയാണ് ലക്കി. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അമ്മു. പക്ഷേ ലക്കിയെ കണ്ടതും അമ്മുവിന്റെ എല്ലാ അസുഖവും മാറിയിരിക്കുകയാണ്. അത് കണ്ട് സരളയ്ക്കും സന്തോഷമായി. ലക്ഷ്മണനും ഒരുപാട് സന്തോഷമായി. ലക്കിയെ അമ്മുവിനടുത്താക്കിയിട്ട് തിരികെ വരുന്ന സരളയോട് രാജേന്ദ്രനും രാമയും ചോദിക്കുന്നുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട് നീ നിന്റെ മകനെ രക്ഷിച്ചിട്ട് എന്തിനാ അമ്മുവിനടുത്ത് കൊണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് സരള പറയുന്നത്, എന്റെ മകൻ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ ആദ്യത്തെ വാക്ക് അമ്മ എന്നായിരുന്നില്ല, അമ്മു എന്നായിരുന്നു. അതിൽ നിന്നും അമ്മുവും ലക്കിയും എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്നെക്കാൾ നന്നായിട്ട് എന്റെ മകനെ അവർ നന്നായി നോക്കും. അതുകൊണ്ട് അവൻ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത് അവിടെയായിരിക്കുമെന്നും സരള പറയുന്നു. എന്നാൽ രാജേന്ദ്രനാണെങ്കിൽ സരളയെ ഒൺസൈഡായിട്ട് പ്രണയിക്കുകയല്ലേ. ഇപ്പോൾ സരള രാജേന്ദ്രന്റെ പ്രണയം അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാജേന്ദ്രനോട് സരള പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞിനെ നോക്കിയാലോ എന്ന്. എന്നിട്ട് രണ്ടാളും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.